ഞാൻ അടങ്ങിയിരിക്കില്ല വക്കീലേ, ഞാൻ അടങ്ങിയിരിക്കില്ല. 15 വർഷം ഞാൻ അവളെ വീട്ടിയാക്കി പറ്റിച്ചതാ. 3 തവണ വക്കീലേ ആ അപ്പോയിൻമെന്റ് ലെറ്റർ കിട്ടിയത് ഞാൻ പറ്റിച്ചു കളഞ്ഞത്. ഇന്നലെ ഒരു ഒറ്റ ദിവസം കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ജയിച്ചേനെ. കുടിക്കും മോനെ. കുടിക്ക്, എൻ്റെ വിഷമം മാറട്ടെ. അവള് ജോലിക്ക് പോകില്ല വക്കീലെ. ഇനി താൻ എന്ത് ചെയ്യാനുള്ള പുറപ്പാടാ? ഞാൻ എന്ത് ചെയ്യും? അവളാ ജോലിക്ക് പോയാ പിന്നെ ഞാനില്ല വക്കീലെ. അവന് ജോലിക്ക് പോകരുത് മോന, അത് നമ്മുടെ കേസിനെ ബാധിക്കും. അവൾ വീണ്ടും സ്ട്രോങ് ആവും. അത് നമുക്കത്ര നല്ലതല്ല. ജോലിക്ക് വിടാതിരിക്കാനുള്ള മാർഗം ഞാനും ഒന്ന് അന്വേഷിക്കട്ടെ. ഈ വീട്ടിൽ ഇതൊന്നും പാടില്ലെന്ന് അറിയില്ലേ? ഒന്നുമില്ലെങ്കിൽ നിങ്ങളൊരു വക്കീലല്ലേ? നിങ്ങളുടെ ഓഫീസല്ലേ ഇത്? വർക്ക് എത്തിക്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, അറിയോ? മോനൊരു വിഷമം വന്നപ്പോ ഒന്ന് തണുക്കാൻ വേണ്ടി ഞാൻ ഒഴിച്ചു കൊടുത്താ സുധേ. ബോധം പോകുന്നവർ ഒഴിച്ചു കൊടുക്കും. കുടിച്ച് ചാകട്ടെ ഇങ്ങനെ. അവളെങ്കിലും സമാധാനമായിട്ട് ജീവിക്കട്ടെ. അവള് സമാധാനമായിട്ട് ജീവിക്കില്ല എന്ന് ശരി, നിങ്ങൾ സമാധാനിക്കണ്ട. എന്തായാലും ഈ കോലത്തിൽ കാണാൻ നല്ല രസമുണ്ട്. നിങ്ങൾ ചിരിക്കേ, നിങ്ങളെ അടക്കം ഞാൻ കരയിപ്പിക്കും. അവളെ ഞാൻ കരയിപ്പിക്കും. ഇതിപ്പോ നിങ്ങൾ കുറെ ആയല്ലോ പറയാൻ തുടങ്ങിയിട്ട്. അവള് കരയും എന്നിട്ട് കരഞ്ഞു മെഴുകുന്ന മൊത്തം നിങ്ങളാണല്ലോ മോഹന. ഇപ്പൊ തന്നെ അവളെ തോപ്പിക്കും എന്ന് പറഞ്ഞ് അവളുടെ മുമ്പിൽ തോറ്റ് തുന്നം പാടി വന്നിരുന്ന് കുടിക്കുമല്ലേ നിങ്ങള്? ഇത് കാണുമ്പോ എങ്ങനാ മോഹന ചിരിക്കാതിരിക്കുന്നേ? വക്കീലെ, നിങ്ങൾക്ക് ചിരി വരുന്നില്ലേ മോഹന്റെ കോലം കണ്ടിട്ട്? എനിക്ക് ചിരിയൊന്നും വരുന്നില്ല. അപ്പോയിന്റ്മെന്റ് ലെറ്റർ കയ്യിൽ കിട്ടിയിട്ടല്ലേ ഉള്ളൂ, ജോലിക്ക് പോയിട്ടില്ലല്ലോ. അവള് ജോലിക്ക് പോവില്ല, മോഹന പറയണ. തോറ്റ് നിൽക്കുമ്പോഴുള്ള ഈ കോൺഫിഡൻസ് ഉണ്ടല്ലോ, അപാരം തന്നെയാ. 2 മാസമില്ലേ ജോലിക്ക് കയറാൻ? ഈ 2 മാസം എനിക്ക് ധാരാളമാണ്.